എൻ്റെ ആകാശം എൻ്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും നീ. എൻ്റെ ആകാശം എൻ്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും നീ. ദൈവത്തിന് സ്തുതി. പോണി, ദൈവത്തിന് സ്തുതി. സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? സുഖമായിട്ടിരിക്കുന്ന അച്ഛാ. നമ്മളെ കാണുന്ന എല്ലാവരും അതുപോലെ തന്നെ സുഖമായിട്ടിരിക്കട്ടെ. നമ്മുടെ ഭാരതത്തിൻ്റെ മഹർഷിമാരുടെ പ്രാർത്ഥന അതല്ലായിരുന്നു? ലോകാ സമസ്ത സുഖിനോ ഭവന്തു, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ബോണി, അവിടെ ഒരു മനുഷ്യൻ വന്ന് നിൽക്കുന്നൊരു എന്തോ ഒരു, എൻ്റെ പേഴ്സില്ല, ഒരു എന്തെങ്കിലും ഒരു ചെറിയൊരു എടുക്കാൻ വേണ്ടി ചെറിയൊരു നമ്മളോട് ചോദിച്ചിട്ട് എന്തൊരു ചെറിയൊരു എന്തൊരു മതി. ഇനി എനിക്കൊരു പ്രധാന ആവശ്യമുണ്ട് ബോണി. ഞാനൊരു പ്രത്യേക ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ഞാൻ ബോണിയോട് ഈ സദസ്സ് വെച്ച് നേരിട്ട് ചോദിക്കുക, എനിക്കൊരു ചെറിയൊരു ഡൊണേഷൻ, നല്ലൊരു മനസ്സറിഞ്ഞൊരു ഡൊണേഷൻ എൻ്റെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി തരിക. എനിക്ക് മനസ്സറിഞ്ഞ് തരണം അത് കേട്ടോ. കണ്ടോ, അപ്പറേ ഒരു മനുഷ്യൻ അത്താഴ പട്ടിണി എന്ന് ചോദിച്ചപ്പം 20 രൂപ എനിക്ക് തരാൻ പറഞ്ഞപ്പോൾ അതിനകത്ത് എത്ര 500 ഉണ്ടായിരുന്നു? അതിനകത്ത് ഉണ്ടായിരുന്ന 500-ൽ ഒരു 500 ബാക്കി വെച്ചിട്ട് ബാക്കി 2 500 എനിക്ക് എടുത്തു തന്നു. ഇതെന്നെ ഒത്തിരി ചിന്തിപ്പിച്ചിട്ടുണ്ട്. ബോണിയെ കുറ്റപ്പെടുത്തി എൻ്റെയും സ്വഭാവമായത്. യാക്കോബ് ശ്ലീഹ പറഞ്ഞു, ഒരു ദരിദ്രൻ നിൻ്റെ വീട്ടുപടിക്കൽ വയ്ക്കുമ്പോൾ നിൽക്കേ അവിടെ ഇരിക്കേ, വരാം, തിണ്ണയിലിരിക്കേ, ഇപ്പോൾ വരാം. പക്ഷെ ഒരു ധനവാൻ വരുമ്പം കയറിയിരിക്കേ, എടീ ശോശാമ്മേ ചായ എടുക്ക്, കാപ്പി എടുക്ക്, കരിക്കുമ്പോഴും എടുക്ക്. ഇത് തന്നെ നമ്മുടെ വ്യത്യാസം. ഇരുന്നോട്ടെ, അവിടെ ആരും വന്നിട്ടില്ല. സങ്കടക്കാലത്ത് പാലിച്ച ദൈവത്തെ സോദരാ നീ മറന്നോ? കണ്ണീരൊഴുക്കുന്ന മർത്യനെ കണ്ടപ്പോൾ നീ ഇന്നു കണ്ണടച്ചോ? ഇങ്ങനൊരു പാട്ട് എഴുതാൻ തോന്നി ബോണി. അതായത് ഒരു കവിതയുമില്ല, ഒരു ഏച്ചുകെട്ടലുമില്ല. ഹോളി ബൈബിൾ എന്ന ആൽബം ചെയ്തപ്പം ഞാൻ എൻ്റെ ചേട്ടൻ അച്ഛനെ ഓർത്തു. എൻ്റെ ചേട്ടൻ തോമസ് തുമ്പേച്ചിറ അച്ഛൻ, ശരിക്കും കണ്ണൂരിൽ ഒത്തിരി നന്മ ചെയ്ത എൻ്റെ ഒരു സഹോദരൻ, മലങ്കര ചെറുപുഴ പള്ളിയിലിരിക്കുന്നു. അപ്പോൾ ചേട്ടായി എപ്പോഴും ആളുകൾക്ക് നിരന്തരം നന്മ ചെയ്യും. ഒരു മനുഷ്യൻ്റെ നേരെ കണ്ണടച്ചിട്ട് കിടന്നുറങ്ങാറില്ല. ചിലപ്പോൾ ദേഷ്യപ്പെടാറുണ്ട് ഈ കയ്യിൽ കൊടുക്കാനൊന്നും ഇല്ലാത്തപ്പം. പക്ഷേ ബോണിക്ക് നേരെ ചേട്ടൻ ദേഷ്യപ്പെട്ടാൽ ഭാഗ്യമാണ്. എന്നറിയാം അതെന്താ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ബോണി വന്ന് ചോദിച്ചാൽ അച്ഛാ എനിക്കൊന്ന് സഹായം ചെയ്യാം, ഒരു വീടിന് എന്നെ സഹായിക്കാം. നിങ്ങളെല്ലാം എന്നോട് ചോദിക്കുക ഞാനാണോ നിങ്ങളുടെ തമ്പുരാൻ? എൻ്റെ കയ്യിലല്ലേ എല്ലാവരും വന്ന് എന്നോട്, ഞാൻ എവിടുന്ന് കൊടുക്കുന്നത്? നിങ്ങൾക്ക് ദേഷ്യപ്പെട്ടാൽ ബോണിക്ക് ഭാഗ്യമാണ്. കാര്യം പറയാമോ? ഇല്ല. അത് കഴിയുമ്പോൾ ചേട്ടനെല്ലാം അലിവ് അങ്ങോട്ട് നിറയും. ദേഷ്യം കഴിയുമ്പോൾ അതുകൊണ്ട് ഉറപ്പാണ് ആ കാര്യം നടന്നു കിട്ടും. അതായത് ഒരാളുടെ നേരെ കണ്ണടയ്ക്കത്തില്ല. അത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ എൻ്റെ ചേട്ടനച്ഛൻ പഠിപ്പിച്ച അത് തോമസ് തുമ്പേച്ചിറയിൽ. അപ്പം ഞാൻ ആ ചേട്ടൻ്റെ ശുശ്രൂഷകളെ ഓർത്തപ്പോൾ എഴുതിയതാണ് സങ്കടക്കാലത്ത്. ഈയിടെ ജെയിംസ് കുട്ടി ചമ്പക്കുളം ഒരു ശുശ്രൂഷനില്ലേ, അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ജെയിംസ് കുട്ടി ചായൻ പറയുമായിരുന്നു, ഷാജിമോനെ, ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ഷാജിമോനെന്നാണ് വിളിക്കുന്നത്. ഇപ്പം 50 വയസ്സായെങ്കിലും ഷാജിമോനാണ്. അപ്പം ചേട്ടായിയുമായിട്ട് നാടകം കളിച്ചിരുന്ന, ചമ്പക്കുളംകാരനാണല്ലോ, എൻ്റെ ദേശക്കാരൻ. അപ്പം നാടകം കളിച്ചിരുന്ന പഴയ സമയത്ത് ഇത് നാടകം കളിക്കുക സെമിനാരിൽ പോകുന്നതിന് മുമ്പാണ്. അപ്പം ഈ നാടകത്തിനകത്ത് എന്തോ ഒരു തെറി പറയണം, ഒരാളെ നോക്കിയിട്ട് താനെന്നാ പൊട്ടനാ, ആ അർത്ഥത്തിൽ ഒരു തെറി പറയണം, ഒരു തെറി.
എന്ത് ചെയ്താൽ ചേട്ടൻ പറയത്തില്ല. അപ്പം കൂടെയുള്ളവർക്ക് ചോദിച്ചു, ഇതിന് ഒരു തെറി പറഞ്ഞുകൊണ്ട് ആകാശം ഇടിഞ്ഞു വീഴും, ഇത് ഈ നാടകം വിജയിപ്പിക്കാനല്ലേ? അപ്പോൾ ചേട്ടൻ പറഞ്ഞില്ല, ഞാനത് സമയത്ത് പറഞ്ഞോളാം. ഫൈനൽ പ്രാക്ടീസ് ആയപ്പോഴൊക്കെ വലിയ നാടക നടന്മാരൊക്കെ അങ്ങ് ദേഷ്യപ്പെടുക. ഇത് സ്റ്റേജിൽ എങ്ങനെയാണ് അതുപോലെ അവതരിപ്പിക്കണം, അവിടെ പറയേണ്ട തെറി ഇവിടെയും പറയണം, അയാളുടെ മുഖത്ത് നോക്കിയിട്ട് അയാളെ നോക്കി ക്രുദ്ധമായിട്ട് പറയണം. ചേട്ടൻ പറഞ്ഞു, ഞാൻ നാളെ പറഞ്ഞോളാം. ചേട്ടൻ പറയത്തില്ല. എന്നിട്ട് അവസാനത്തെ പ്രാക്ടീസിന് ഈ മനുഷ്യ വ്യക്തിയെ അവഹേളിച്ച് സംസാരിക്കുക. പ്രാക്ടീസ് അത് ആ റോള് കഴിഞ്ഞ പാടെ ബഹുമാനപ്പെട്ട ജെയിംസ് കുട്ടി ചമ്പക്കുളം എന്നോട് പറയുക, ഷാജിയച്ച അച്ഛൻ്റെ സഹോദരനെ കുറിച്ച് ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു. ജനൽപ്പാളിയെ പിടിച്ചിട്ട് ചേട്ടായി പറഞ്ഞത്രേ, എൻ്റെ ഈശോയെ, ഞാനിത് ആദ്യം കേൾക്കട്ടെ, എൻ്റെ ഈശോയെ എന്നോട് ക്ഷമിക്കണമേ. കാരണം ഒരു വ്യക്തിയെപ്പോലും നമ്മൾ മുഖാന്തരം താഴ്ത്തരുത് എന്നുള്ളൊരു വലിയ ചിന്ത എന്നെ സ്വർഗം പഠിപ്പിച്ചത് എൻ്റെ ചേട്ടനിലൂടെയാണ്. അല്ല, അത് വലിയൊരു മനസ്സാണ് അച്ഛാ. ഇപ്പം നമ്മളാണെങ്കിൽ ചിന്തിക്കും, നാടകത്തിലല്ലേ, അഭിനയമല്ലേ, നേരിട്ട് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇപ്പം പറഞ്ഞു തീർക്കാൻ പറ്റിയ അവസരം കൂടാ, നാടകത്തിലൂടെ പറയാം. അങ്ങനെ എഴുതിയതാണ്. ചേട്ടായിക്ക് ഭയങ്കര നോക്കി, എൻ്റെ അത്ഭുതം കണ്ട് ഈ പാട്ട് എൻ്റെ ചേട്ടന് ഭയങ്കര ഇഷ്ടമായി. ഈ കോണ്ടസ്റ്റ് ഇന്ന് വരെ ഞാൻ എൻ്റെ ചേട്ടനച്ഛനോട് പങ്കുവെച്ചു, ഇന്ന് വരെ ആദ്യമായിട്ടാണ് ഇത് പറയുന്നത്. സങ്കടക്കാലത്ത് പാലിച്ച ദൈവത്തെ സോദരാ നീ മറന്നോ, കണ്ണീരൊഴുക്കുന്ന മർത്യനെ കണ്ടപ്പോൾ നീ ഇന്നു കണ്ണടച്ചോ, സമ്പത്തു നൽകി നിൻ ക്ഷേമമുറപ്പിച്ച ദൈവത്തെ നീ മറന്നോ, അമ്മാ വല്ലം തരണേ, എത്ര പേരാ വരുന്നല്ലേ, ആഹാരം യാചിച്ച് നീട്ടിയ കൈകളിൽ നിന്ദനം നീ പകർന്നോ, സങ്കടകാലത്ത് പാലിച്ച ദൈവത്തെ സോദരാ നീ മറന്നോ, കണ്ണീരൊഴുക്കുന്ന മർത്യനെ കണ്ടപ്പോൾ നീ ഇന്നു കണ്ണടച്ചോ, സമ്പത്തു നൽകി നിൻ ക്ഷേമമുറപ്പിച്ച ദൈവത്തെ നീ മറന്നോ, ആഹാരം യാചിച്ച് നീട്ടിയ കൈകളിൽ നിന്ദനം നീ പകർന്നോ. ദരിദ്രരോട് പക്ഷം ചേരാൻ എല്ലാ പ്രസ്ഥാനങ്ങൾക്കും, എല്ലാ ശുശ്രൂഷകർക്കും, എല്ലാ വ്യക്തികൾക്കും, എല്ലാ ധനവാന്മാർക്കും, എല്ലാ ദരിദ്രർക്കും ഒരു 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 ഇനേറ്റ് കോൾ, ഒരു ഇന്നർ വിളിയുണ്ട്, ഒരു ആന്തരിക വിളിയുണ്ടെന്ന് ഓർക്കാൻ നീ പാട്ട് എഴുതുക എന്ന് ചങ്കിൽ പരിശുദ്ധാത്മാവ് നിർബന്ധിച്ച അനുഭവത്തിൽ നിന്നാ. സങ്കടക്കാലത്ത് പാലിച്ച ദൈവത്തെ സോദരാ നീ മറന്നോ, കണ്ണീരൊഴുക്കുന്ന മർത്യനെ കണ്ടപ്പോൾ നീ ഇന്നു കണ്ണടച്ചോ എന്നെഴുതിയത്. അച്ഛനിങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓർക്കായിരുന്നു, ഈ മനുഷ്യരുമായി ബന്ധമില്ലാത്തതൊന്നും ആധ്യാത്മികത അല്ലല്ലോ. ഒരിക്കലും ആകാൻ പറ്റുകയുമില്ല പോണി, അതെങ്ങനെ സാധിക്കും? അപ്പോൾ വളരെ വളരെ ഒരു പവർഫുൾ ആയിട്ടുള്ള വരികൾ. അച്ഛൻ പറഞ്ഞു ഇതിൻ്റെ അകത്ത് കവിതയില്ല, ഒന്നുമില്ല, പക്ഷേ ഇതിൽ ജീവനുണ്ട്. തീർച്ചയായിട്ടും അത് ദൈവം തന്ന ഒരു, എനിക്ക് ഇപ്പോൾ ഞാൻ ഓർക്കുന്നൊരു ഈ കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടെ, ഇതൊക്കെയുള്ള നല്ല ആൽബമാണ്. അതിനകത്തൊരു പാട്ട് ഏച്ചു വെക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഐ ഫെൽറ്റ് ആൻ ഇന്നർ ഡിസാറ്റിസ്ഫാക്ഷനോ, എനിക്ക് ഈ എന്നോട് അന്ന് സുനിലൊക്കെ ചോദിച്ചു എന്ത് കാര്യത്തിന് പാട്ടെല്ലാമായി, പക്ഷേ ഈ പാട്ട് എഴുതുവോളം ഞാൻ അസ്വസ്ഥനായിരുന്നു. ഈ പാട്ട് എഴുതുവോളം അല്ല, വെറുതെ നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചതുകൊണ്ടോ കുറേ ഹല്ലേലൂയ പറഞ്ഞതുകൊണ്ടോ ഒന്നും അർത്ഥമില്ലല്ലോ. ഒരിക്കൽ ബോണിനെ പറയാൻ അല്ല
അല്ല നമ്മൾ ഈ പാവപ്പെട്ട അല്ലെങ്കിൽ മനുഷ്യരെ മനസ്സിലാക്കാത്ത ഒരു പ്രാർത്ഥന കൊണ്ടും ഒന്നും കൊണ്ടും ഒരു പ്രയോജനമില്ല. അതാണ് ഈ വരികളിലുള്ളത്. ഞാനോർക്കുകയായിരുന്നു ഈ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സന്തോഷ് കരിമത്രയുമായിട്ടാണല്ലോ ശുശ്രൂഷ ചെയ്തത്. സന്തോഷ് എപ്പോഴും ശുശ്രൂഷയ്ക്കിടയിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു സംഭവം പറയുമായിരുന്നു. അത് വളരെ രസകരമാണ്. അപ്പം മരുമകളോട് വലിയ വെറുപ്പുള്ള ഒരു അമ്മച്ചി. അപ്പോൾ ഭയങ്കര പ്രാർത്ഥന, ഹല്ലേലൂയ, എൻ്റെ കർത്താവേ നീ എൻ്റെ ജീവിതത്തിൽ ഇടപെടണമേ, എൻ്റെ കർത്താവേ എന്തോരം കൊന്തയാണ് ജീവിക്കുന്നത്. അപ്പം കൊച്ചുമോനൊരു രസം തോന്നിയിട്ട് അവനിങ്ങനെ കൗമാരപ്രായം കഴിഞ്ഞ് യുവാവായി വരിക. അപ്പം ശബ്ദമൊക്കെ കനപ്പിച്ചിട്ട് ഒരു ദിവസം മാതാവിൻ്റെയും ഈശോയുടെയും രൂപത്തിൻ്റെ മറിഞ്ഞ് നിന്നിട്ട് പറഞ്ഞു, മകളെ. അപ്പോൾ എന്താ കർത്താവേ? മകളെ, ഞാൻ നിന്നിൽ സംപ്രീതയായിരിക്കുന്നു. ഉടനെ കൊന്തയൊക്കെ പറഞ്ഞു, കർത്താവേ നീ സംപ്രീതയായി സന്തോഷമുള്ളവരെ ഒത്തിരി കൊന്തയൊക്കെ, ഞാൻ എന്തൊരു കൊന്തയാണ് കർത്താവ് ജീവിക്കുന്നത്. മകളെ, നിന്നിൽ ഞാൻ കൂടുതൽ സംപ്രീതയാകാൻ നിൻ്റെ മരുമകളോട് നീ ക്ഷമിക്കുക. ഇപ്പം അമ്മച്ചി പറഞ്ഞ് അതല്ലാതെ വേറൊരു വഴിയില്ല, ഞാനൊരു 153 രൂപ എക്സ്ട്രാ ചെല്ലാം. മകളെ, എനിക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, നിൻ്റെ മരുമകളോട് നീ പൂർണ്ണമായി ക്ഷമിക്കുക. അമ്മച്ചി പറഞ്ഞ് ചുമ്മാതല്ല നിന്നെ പിടിച്ച് പണ്ട് കുരിശ കെട്ടിയത്. അതായത് നമുക്കൊരിക്കലും നമ്മുടെ സ്പിരിച്വാലിറ്റിയുമായിട്ട് നമുക്ക് എത്ര പറയുമ്പോഴും നമുക്കത് ബന്ധപ്പെടാൻ ലൈഫുമായിട്ട് ചേർന്ന് പോകുന്നില്ല. നമുക്ക് വളരെ പാടനുഭവിക്കുന്നവരുണ്ട്. ഇപ്പം നമുക്ക് ഇന്നയാൾ അങ്ങനെ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ശരിയല്ല, നമുക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട്, നമുക്കത് അറിയാം. യാക്കോബിൻ്റെ ലേഖനം, ഞാൻ യാക്കോബിനെ കണ്ട വന്ന് കെട്ടിപ്പിടിക്കുക, എത്രയോ മനുഷ്യത്വപരമായിട്ട് എഴുതിയിരിക്കുന്നത്. നിങ്ങളൊരു ദരിദ്രനെ കണ്ടാൽ അവിടെ ഇരിക്കൂ, പിന്നെ തോന്നും പടിവിധം പ്രവർത്തിക്കും. ഒരു ധനാഢ്യനെ സ്വർണാഭിഷേകമുള്ളവനായി കണ്ടാൽ, ഒരു ധനാഢ്യനെ വസ്ത്രവിഭൂഷിതനായി കണ്ടാൽ ആചാര ഉപചാരങ്ങളാൽ വീർപ്പ് മുട്ടിക്കും. ഒരു ധനാഢ്യനെ കണ്ടാൽ എന്താ നമ്മൾ ബോണിയുടെ ശുശ്രൂഷയ്ക്ക്, ബോണിയുടെ കുഞ്ഞുങ്ങളുടെ ശുശ്രൂഷയ്ക്ക് ഒരു 10 ധ്യാനങ്ങൾക്ക് ഏകദേശം എത്ര രൂപ വരും? ഒരു 100 പേരുള്ള ധ്യാനങ്ങൾക്ക് എത്ര രൂപ വരും? ഒരു ഫുഡൊക്കെ ആയിട്ട് നല്ല രീതിയിൽ കൊടുക്കാൻ 100 കുട്ടികളുള്ള വെച്ച് നമ്മൾ തന്നെ ചെയ്യുകയാണെങ്കിൽ എല്ലാ ശുശ്രൂഷകർക്കും സൗണ്ട് സിസ്റ്റം എല്ലാം കൂടെ കൂടി 3 ദിവസത്തേക്ക് 3 ദിവസത്തേക്ക് ഒരു 10 ധ്യാനം എവിടെയെങ്കിലും നമ്മളൊരു ഹോളൊക്കെ എടുത്ത് നല്ല എങ്ങനെയല്ല ഒരു 75. ഓക്കെ, 7.5 ലക്ഷം രൂപ അതേ പിടിച്ചോന്നും പറഞ്ഞ ഒരാൾ കൂടെ തന്നാൽ ബോണിക്ക് പിന്നെ എന്നോട് എന്നാ വലിയ കാര്യമാണ്. ഇത് വളരെ കാര്യമായിട്ട് സകലരും കേൾക്കേണ്ട കാര്യമാണ്. അപ്പം എൻ്റെ പള്ളിയെ സഹായിച്ചവരുണ്ട്, എൻ്റെ പള്ളി പണിതുകൊണ്ടിരുന്ന സമയത്ത് എന്നെ സഹായിച്ചവരോടൊക്കെ എനിക്ക് ഞാൻ ചക്ക കൊടുക്കുന്നു, റെല്ലടി പപ്പരയ്ക്ക കൊടുക്കുന്നു, എന്തെല്ലാം ഫ്രൂട്ട്സ് കൊടുക്കുന്നു പള്ളിപ്പറമ്പിലെ. പക്ഷേ ഇതൊന്നും ഇല്ലാത്ത ആൾ വരുമ്പോൾ, ഉദാഹരണം ഇന്നലെ കൊടുപ്പുന എന്ന ദേശത്ത് നിന്ന് എൻ്റെ പള്ളിയുടെ ഇലഞ്ഞിത്തറയിൽ ഒരു മനുഷ്യൻ വന്നു നിന്നു. ഞാൻ ഇപ്പോഴും ഓർക്കും, അദ്ദേഹത്തിന് ഞാൻ നല്ലൊരു പൈസ കൊടുത്തു, നല്ല ഊണ് കൊടുത്തു. എങ്കിലും ഞാൻ അദ്ദേഹത്തെ മൈൻഡ് ചെയ്തത്, അദ്ദേഹത്തെ മൈൻഡ് ചെയ്തില്ല, അദ്ദേഹം എന്നോടൊന്നും ചോദിക്കാൻ വരുന്നില്ല. കാരണം അദ്ദേഹം ഇറന്ന് നിൽക്കുക, എന്ത് കിട്ടിയാലും നല്ലതെന്ന് ഓർത്ത് നിൽക്കുക. അപ്പം ഞാൻ കൊടുക്കുന്ന ഒരു 3000 രൂപ അയാൾക്ക് 30,000 കൊടുത്താലും പോകാൻ തയ്യാറായി സാധു നിൽക്കുക. അപ്പം അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ ഞാൻ ഏറെക്കുറെ മാന്യമായൊരു സംഭാവന, ഒരു കാരുണ്യം ചെയ്തു. പക്ഷേ എൻ്റെ നിൽപ്പിൽ അഹങ്കാരമൊന്നും ഇല്ലെങ്കിലും അദ്ദേഹത്തെ മൈൻഡ് ചെയ്യുന്നതിൽ ഞാൻ താമസിപ്പിച്ചത് പോലും സ്വർഗം കാണുന്നുണ്ട്. എൻ്റെ അടുത്ത സ്റ്റാൻസ, നിന്നുടെ പാപങ്ങൾ ഏതും ക്ഷമിച്ചൊരു ദൈവത്തെ നീ മറന്നോ, അറിയാതെ പിഴ ചെയ്ത സഹജർക്കു മുന്നിൽ നീ സ്നേഹിതൻ. എൻ്റെ പൊന്നെ, ഇതെൻ്റെ കയ്യിൽ നിന്ന് ഈ ഫോൺ വീണത് നന്നായി, പഴയ ഫോണാ, സാരമില്ല. ആ സമയത്ത് ബോണിയായിരുന്നു തട്ടിയിട്ടെങ്കിലോ, എവിടെ നോക്കിക്കൊണ്ടാണ് ചെയ്യുന്നത്? ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ബോണി. എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുമ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടെ പറയുന്നെങ്കിലും ഞാൻ പറയും, എൻ്റെ ബോണി കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. എൻ്റെ കയ്യിൽ നിന്നായപ്പോഴോ, അറിയാതെ പിഴ ചെയ്ത സഹജർക്കു മുമ്പിൽ നീ നീതിമാനായി ചമഞ്ഞോ. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് വിശദീകരണമേ വേണ്ട, എല്ലാം ഇതിനകത്തുണ്ട്. നിന്നുടെ പാപങ്ങൾ ഏതും ക്ഷമിച്ചൊരു ദൈവത്തെ നീ മറന്നോ, അറിയാതെ പിഴ ചെയ്ത സഹജർക്കു മുന്നിൽ നീ
നീതിമാനായി ചമഞ്ഞു. ബോണി എന്തെങ്കിലും പറയാൻ വരികയാണോ? അല്ല, ഇത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും നടന്നു ഒരു പോകുന്ന സെൽഫ് അനാലിസിസിന് വെച്ചാൽ ബോണിക്ക് കൊള്ളാം, എനിക്ക് കൊള്ളാം. അതെ അതെ. ഒരു സെൽഫ് അനാലിസിസിന് വെക്കേണ്ട കാര്യമാണ്. നമ്മൾ നിരന്തരം, ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, കുടുംബനാഥൻ അങ്ങോട്ട് പോയി വഴിക്ക് ആ പാത്രം തട്ടിപ്പോയി. അപ്പോഴും ഭാര്യയുടെ ഭർത്താ, നീ ഇവിടെ തട്ടുന്നിടത്തോടാണ് വെച്ചത്. പിന്നെ ഞാൻ ഈ തിരക്കിനിടയ്ക്ക് പോകുമ്പോൾ തട്ടാതിരിക്കുന്ന എങ്ങനെ, ഇവിടെ കൊണ്ടുവച്ച പിന്നെ തട്ടിയിടാൻ വേണ്ടി തന്നെ കൊണ്ടുവച്ച പോലെ ഇരിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടും. അവളെങ്ങാനും വെച്ചാൽ എൻ്റെ അപ്പൻ അവരുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് പോയാൽ മതി. അവനവൻ്റെ പാപത്തെ മൂടുകയും അവരൻ്റെ പിഴയെ പറയുകയും ചെയ്യുന്ന രീതി എന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു, then and there I become a saint. ഞാൻ പുണ്യവാനായി. അതുകൊണ്ട് ആ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ഒരു പുസ്തകം ഞാൻ വായിക്കുകയായിരുന്നു യാത്രക്കിടയിൽ. ഫ്രാൻസിസ് എപ്പോഴും കരയുന്നത്, ഫ്രാൻസിസ് തന്നോട് മല്ലടിക്കുന്നു, മറ്റുള്ളവരോട് കരുണ. ഇപ്പം കൂട്ടുകാരിൽ ഒരാൾ അല്പം ആട്ടിറച്ചി തിന്നാൻ കൊതിക്കുമ്പം അവനത് കൊടുക്കുക, എന്നിട്ട് തിന്നാതിരിക്കുക. തന്നോട് തന്നെ മല്ലടിക്കുക, മറ്റുള്ളവരോട് കരുണ കാണിക്കുക. അച്ഛൻ പറഞ്ഞ പോലെ ഒരു സെൽഫ് അനാലിസിസ് നടത്തണം. നടത്തി ശുശ്രൂഷയിൽ നിന്നാലേ അതിനൊക്കെ നമ്മുടെ ശുശ്രൂഷകളെല്ലാം വേറൊരു തലത്തിലേക്ക് ദൈവം കൊണ്ടുപോകും. അത് എല്ലാ പ്രസ്ഥാനങ്ങളുടെയും എല്ലാ ശുശ്രൂഷകളുടെയും ലെവൽ വേറൊന്നായി മാറും. മനുഷ്യൻ തരാത്ത ഒരു ലെവലിലേക്ക്, ഒരു എക്സ്റ്റസിയുടെ ലെവലിലേക്ക് നമ്മൾ എടുക്കപ്പെടും. നമ്മുടെ ഉള്ളിലിത് ഉണ്ടെങ്കിൽ, നമ്മുടെ കൂടെ ആരുമില്ലെങ്കിലും നമ്മുടെ ഉള്ളിലൊരു ടാഗോർ പറഞ്ഞതുപോലെ ഒരു വിളക്ക് ആരും പുറത്തുനിന്ന് തെളിക്കണ്ട, എൻ്റെ ഉള്ളിലൊരു ആനന്ദത്തിൻ്റെ വിളക്ക് കത്തും. അതാ യേശു പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും ജീവജല അരുവികൾ ഇങ്ങോട്ട് ഒഴുകും. ആരിലും കൊണ്ട് ഒഴിക്കുന്നതല്ല, അത് താനെ അവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നു. അവൻ്റെ സ്പിരിച്വാലിറ്റിക്ക് ഉള്ളിൽ ഉരച്ചതുണ്ട്, ഉള്ളിനകത്ത് അവൻ്റെ അകത്തൊരു ആനന്ദ വിഷയം കാണും. നിന്റെ നിലവിളി കേട്ട നിൻ ദൈവത്തെ നീ ഇന്ന് വിസ്മരിച്ചോ, നിന്നോടപേക്ഷിച്ചു പാവങ്ങൾ നിന്നപ്പോൾ കേട്ടില്ലെന്നു നടിച്ചോ. നിന്നോടപേക്ഷിച്ച് പാവങ്ങൾ അല്ലേ? നിന്നോടപേക്ഷിച്ച് പാവങ്ങൾ നിന്നപ്പോൾ കേട്ടില്ലെന്നു നടിച്ചോ. നിന്നോടെ പാപങ്ങൾ ഏതും ക്ഷമിച്ചോരു ദൈവത്തെ നീ മറന്നോ. അറിയാതെ പിഴ ചെയ്ത സഹചർക്കു മുൻപിൽ നീ നീതിമാനായി ചമഞ്ഞോ. നിന്റെ നിലവിളി കേട്ട നിൻ ദൈവത്തെ നീ ഇന്നു വിസ്മരിച്ചോ. നിന്നോടപേക്ഷിച്ചു പാവങ്ങൾ നിന്നപ്പോൾ കേട്ടില്ലെന്നു നടിച്ചോ. വലിയ വീടുകളിലൊക്കെ ചില സുവിശേഷത്തിന് വേണ്ടി വലിയ കാര്യങ്ങളെ ആഹാരം ഒരുക്കുന്ന വീടുകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ധ്യാനം കഴിഞ്ഞ് ചെല്ലുന്നു, അച്ഛാ ഇരിക്കച്ച ഓ കഴിക്കച്ച ഓ അങ്ങനൊന്നും ഷുഗറൊന്നും വരത്തില്ല അച്ഛാ, കഴിക്ക്. ഓ എന്നാ കൊളസ്ട്രോള്, ഞങ്ങൾക്ക് ഒക്കെ ഇതൊക്കെ ഇല്ലേ എന്നും പറഞ്ഞ് കോഴിക്കാല, ആടുംകാല, പോത്തുംകാലൊക്കെ വെച്ചിട്ടുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ മകനെ, ഭാര്യ, മക്കളെ, മരുമക്കളെ എല്ലാവരും ഉണ്ടെന്നല്ല സോട്ടും കൂട്ടും. അതാരാ അവിടെ ആരാ? അവിടെ ആരുമില്ല അച്ഛാ, അവിടെ ഒന്നും ആരുമില്ല. അല്ല ഞാൻ കണ്ടല്ലോ അവിടെ ആൾ നിൽക്കുന്ന കണ്ടല്ലോ. ഏച്ചാ അവിടെ അപ്പം എന്നാന്നറിയാവോ, ഇവിടെ തൂത്തും തുടച്ചിരിക്കുന്ന ഒരു സാധു സ്ത്രീയുണ്ട്, നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരിക്കുന്ന. അതിന് 8,000 രൂപയെ കൊടുക്കുന്നുള്ളൂ. അത് പാവം ഈർക്കിലെ നൂലി ചുറ്റിയ പോലെ ഒരു സാധു സ്ത്രീ. അപ്പം ഞാൻ കഴിയാൻ ചെന്നപ്പോഴത്തേക്ക്, അയ്യോ ചേച്ചി, അപ്പം ഇങ്ങനെ വാടി നിൽക്കുക, ചിരിക്കാൻ പോലും അതിനർത്ഥമില്ല. ചേച്ചി സുഖമാണോ? ചേച്ചിയുടെ പേരെന്നാ? ഫിലോമിന. നാട്ടിലെവിടെ? റാന്നി.
ചേച്ചി നല്ലത് വരട്ടെ, ചേച്ചി നല്ലത് വരട്ടെ, ഉടനെ കരയുക. കാരണം നല്ലത് വരട്ടെ എന്നൊരു വാക്ക് പോലും ഈ തൂത്ത് തുടയ്ക്കലിൻ്റെ ഇടയ്ക്ക് ഈ സുവിശേഷത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുന്ന വീട്ടുകാർ അവിടെ പരിയമ്പുറത്ത് കുഞ്ഞുങ്ങളെ നോക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സാധു സ്ത്രീക്ക് വിസ എടുത്ത് കൊടുത്തു. നല്ല കാര്യം, നല്ല കാര്യം. അവിടെ വീട്ടിൽ അത്താഴപ്പട്ടിണിയായിരുന്നു. അതുകൊണ്ട് നമ്മളൊരു 15,000 രൂപ കൊടുക്കുന്നുണ്ട്. നോ, ഷുഡ് ഡു ഫാർ മോർ ദാൻ ദാറ്റ്. എനിക്ക് വിശന്നു, നീ എനിക്ക് ഭക്ഷിക്കുവാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നീ എനിക്ക് കുടിക്കുവാൻ തന്നു. ഞാൻ നഗ്നനായിരുന്നു, നീ എന്നെ ഉടുക്കാൻ തന്നു മാത്രമല്ല, നീ എന്നെ ഉടുപ്പിച്ചു. നീ പരദേശിയായിരുന്നു ഞാൻ, നീ എന്നെ 2 കൈ നീട്ടി സ്വീകരിച്ചു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിൻ്റെ ഒരു കണ്ണെപ്പോഴും എൻ്റെ മേലെ ഉണ്ടായിരുന്നു. ഞാൻ പീഡിതനായിരുന്നു, നിൻ്റെ വാക്കിലും നാക്കിലും എഴുത്തിലും എന്നെക്കുറിച്ച് നീ വാദിച്ചു. ഇങ്ങനെ ഓരോ പ്രസ്ഥാനവും ഓരോ ശുശ്രൂഷയും ഒരു 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 പ്രേഷിത തീക്ഷ്ണതയും ഒരു ദരിദ്രർക്ക് വേണ്ടിയുള്ളൊരു ആക്സൻറ്റും കരുതിയാൽ ലോകസഭകളിൽ ഐക്യവും സമാധാനവും ഇനിയും വർദ്ധിക്കും. അച്ഛാ, അന്ത്യവിധി നാളിൽ മാർക്ക് വീഴുന്നത് ഈ കാര്യത്തിലാണ്. പറപോണി, അച്ഛൻ പറഞ്ഞില്ലേ, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് വെള്ളം തന്നു. വലത്തുവശത്തേക്ക് മാറി നിൽക്കുക. വലത്തുവശത്തേക്ക് മാറി നിൽക്കുക. മരിയൻ എന്ന ഒറ്റ ആൽബത്തിലൂടെ അന്ന് 18-20 ലക്ഷം രൂപ നമുക്ക് കിട്ടിയായിരുന്നു. ഒറ്റ ആൽബമേ. ബാക്കിയുള്ളതെല്ലാം നഷ്ടങ്ങളാണ്. കാരണം ആളുകൾ വാങ്ങത്തില്ല, ഒറിജിനൽ വാങ്ങത്തില്ല, നെറ്റിലൂടെ എല്ലാം ഡ്യൂപ്ലിക്കേറ്റാണ്. പക്ഷെ അന്നത്തെ ആൽബത്തിന് കിട്ടിയ പണം മുഴുവനും ദരിദ്രർക്ക് പങ്കുവെച്ചപ്പം ഇന്ന് വരെ ദൈവം ഈ ശുശ്രൂഷകളിൽ എന്തോരം പാട്ടുകളാണ് പോണി തന്നത്. തീർച്ചയായും. അപ്പോൾ ആ ഒരു സന്ദേശം നമുക്കിന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ദരിദ്ര ശുശ്രൂഷകൾക്ക് ദശാംശം കൊടുക്കട്ടെ. ദരിദ്രർ എന്നും നമ്മുടെ കൂടെ ഉണ്ട്. എല്ലാവരെയും പരിഗണിക്കുക. ദരിദ്രർ, അഗതികൾ, ഒപ്പം സുവിശേഷ വേലയെ അതുപോലെ പരിഗണിക്കുക. ഒരു വശത്ത് വലങ്കയിൽ സുവിശേഷ വേല, ഇടങ്കയിൽ ദരിദ്ര വേല. വലങ്കയിൽ സുവിശേഷ വേല, ഇടങ്കയിൽ ദരിദ്ര ശുശ്രൂഷ. അങ്ങനെ ഒരേ സമയം സുവിശേഷ പ്രസ്ഥാനങ്ങൾ, മീഡിയകൾ സഹായിക്കപ്പെടട്ടെ, അതേസമയം ദരിദ്രർ പോറ്റപ്പെടുകയും ചെയ്യട്ടെ. ഈ ഒരു അഭിഷേകം ജനത്തിന് മുഴുവൻ ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ദശാംശം നൽകുന്നവരായി മാറട്ടെ. ആമേൻ, ആമേൻ.
നടിച്ചോ